എന്താണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടത്? കഥ കേൾക്കാനാണ് ഭാഗവതം എന്നതൊരു ധാരണ എവിടെയോ നമ്മൾ തെറ്റായി മനസ്സിലാക്കി. അതെങ്ങനെ നമ്മുടെ കേരളത്തിൽ ആയി എന്നെനിക്കറിയില്ല. വാസ്തവത്തിൽ ഭാഗവതം കേൾക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഉൾക്കൊള്ളുന്നത് കഥ കേൾക്കാനേ അല്ല. ഭാഗവതം കഥകളിലൂടെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമാക്കാൻ, ശ്രേഷ്ഠമാക്കാൻ, അതിനുള്ള ഒരു വഴികളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. എപ്പോഴും ഓർക്കണം, ഇനിയും പരിണാമമുണ്ട്, മനുഷ്യന് വികാസമുണ്ട്. ഈ പരിണാമം എന്നതിനി മനുഷ്യന്റെ ശരീരതലത്തിൽ സാധ്യമല്ല. ഡാർവിൻ പറഞ്ഞു, ഇനി ശരീരത്തിൽ ഒരിക്കലും വികാസമില്ല, ഇവിടം കൊണ്ട് തീർന്നു. ഇനിയുള്ളത് മനസ്സിന്റെ തലത്തിലാണ് വികാസവും പരിണാമം. അപ്പൊ മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന്, ഹു ആം ഐ എന്നൊരു ചോദ്യത്തിന് ഇന്ന് നമുക്ക് ഉത്തരമില്ല. നമ്മളിപ്പോ ഹ്യൂമൻ ബീൻ, ഞാൻ മനുഷ്യനാണ്, ഹു ഈസ് ദിസ് ഹ്യൂമൻ ബീൻ, ഹു ഈസ് ദിസ് മനുഷ്യൻ എന്ന് ചോദിച്ച ഉത്തരമില്ലേ നമുക്ക്. അവിടെയാണ് ആ വാക്കുകളൊക്കെ സംസ്കൃതത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്കൊരർത്ഥം മനസ്സിലാവുന്നത്. മനീഷയിൽ നിന്നാണ് മനുഷ്യൻ വരുന്നത്. ആ വാക്ക് നോക്കൂ നിങ്ങൾ, മനുഷ്യൻ എന്നൊരു വാക്ക് സംസ്കൃത വാക്കാണത്. മനീഷ, അതിൽ നിന്നാണ് മനുഷ്യൻ വന്നത്. മനീഷ എന്നാൽ ചിന്തിക്കാൻ കഴിയുന്ന മനസ്സിനെയും ബുദ്ധിയാണ് എന്ത് പറയുന്നത്, മനീഷ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കാൻ കഴിയുന്ന മനസ്സാണ്, ബോധ മനസ്സാണ്. ഈ ബോധ മനസ്സെന്ന വിഷയത്തെ നമ്മൾ പഠിച്ചിട്ടേ ഇല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അറിയാത്തൊരു വിഷയം, നമുക്കും അറിയില്ല അത്. എന്താണ് ഈ മനസ്സെന്ന് പറയുന്നത്? ഈ മനസ്സെന്ന് പറയുന്നതിനെയാണ് ഭാരതീയ ഋഷിവര്യന്മാർ പഠിച്ചിരിക്കുന്നത്. ആ വിഷയമാണ് അവർ കൂടുതൽ എടുത്തിരിക്കുന്നത്. അധ്യാത്മം എന്ന വാക്കിന് തന്നെ അർത്ഥം മനസ്സിനെ കുറിച്ചുള്ള പഠനം എന്നാണ്. ഇന്നിപ്പോ നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് ആത്മീയം. നിങ്ങൾ നോക്കൂ, ഭഗവത്ഗീതയിലെ 8-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകം. ഞാൻ പറയുന്നതൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളതൊന്നും പഠിച്ചില്ല, ആരും പറഞ്ഞു തന്നില്ല. നമ്മൾ ആത്മീയം എന്നൊക്കെ പറഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെട്ടതെന്നാണ്. ദൈവത്തെക്കുറിച്ചല്ല ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. ഹിന്ദുമതം എന്നത് മനസ്സിന്റെ മതമാണ്. അത് ഭഗവത്ഗീതയിലെ 8-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, സ്വഭാവോ അധ്യാത്മമുച്യതേ. സ്വഭാവമാണ് അധ്യാത്മം. സ്വഭാവം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണോ, മനസ്സെന്നാണോ, ദൈവം എന്നാണോ? ഒരാളുടെ സ്വഭാവം ശരീരമാണോ, മനസ്സാണോ, അതോ ദൈവം എന്നാണോ അർത്ഥം? സ്വഭാവം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സ് എന്നല്ലേ അർത്ഥം? സ്വഭാവോ അധ്യാത്മം ഉച്യതേ. അധ്യാത്മം എന്നാൽ സ്വഭാവം എന്ന് ഉച്യതേ പറയുന്നു. കൃഷ്ണന്റെ നിർവചനാണ്. അപ്പം ദൈവത്തെക്കുറിച്ചാണോ അധ്യാത്മം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥാക്കുന്നത്? ആണോ? അങ്ങനെ ഒരു വാക്ക് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. അപ്പം സ്വഭാവോ അധ്യാത്മമുച്യതി പറയുന്നു. സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് അധ്യാത്മം. ആത്മീയത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി അബൌട്ട് യുവർ ഓൺ മൈൻഡ്. സ്റ്റഡി, മൈൻഡിനെ കുറിച്ച് പഠിക്കലാണ്, മനസ്സിനെ മനസ്സിലാക്കലാണ്. പക്ഷെ അച്ഛനമ്മമാരൊന്നും അതിലൊന്നും ശ്രദ്ധിച്ചില്ല. അവരങ്ങനെ ബ്ലൈൻഡ്ലി ഇതൊക്കെ കൊണ്ടു നടന്നു. അതുകൊണ്ട് മുമ്പേ ഗമിച്ചിടുന്ന ഗോവു തന്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഒഴിഞ്ഞിടുന്നു, ഞാനും ഒഴിഞ്ഞിടുന്നു. മനസ്സിലായില്ലേ? ചില സമയത്ത് നമ്മളറിയാതെ ഓരോന്ന് ആചരിക്കും. ഈ ആചരിക്കുന്നതൊക്കെ ആരെങ്കിലും മുമ്പ് ചെയ്തു വെച്ചത് എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കർണാടകയിൽ പോയി നിങ്ങൾ അറിയാത്തൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരാൾ കുനിഞ്ഞ് നമസ്കരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ കുനിയും. ഒരുപക്ഷെ അയാൾ വീണ കാശെടുക്കാനായിരിക്കും കുനിഞ്ഞുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ ഒരു ധാരണ അയാൾ അവിടെ എന്തോ ഭക്തിയിൽ നമസ്കരിച്ചതാണ്. നിങ്ങളും പോയി നമസ്കരിക്കും അല്ലേ? അങ്ങനെയല്ലേ? ആണോ അല്ലയോ? കുറേ നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തു പോയി, അറിയാതെ ആചരിക്കുക.
അപ്പൊ സ്വഭാവോ അധ്യാത്മമുച്യതേ. അധ്യാത്മം എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. പതഞ്ജലി മഹർഷി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് യോഗസൂത്രം. പതഞ്ജലി യോഗസൂത്രം. അതിലെ ആദ്യത്തെ മന്ത്രം, ഫസ്റ്റ് മന്ത്രം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മന്ത്രം, ശരിക്ക് നെക്സ്റ്റ് മന്ത്രം എന്നല്ല പറയാം, പക്ഷെ ഫസ്റ്റ് മന്ത്രം. കാര്യം ഫസ്റ്റ് മന്ത്രം അത് യോഗാനുശാസനം എന്നുള്ളത് ജനറലി ഒരു മന്ത്രമായിട്ട് പറയാറില്ല. അപ്പൊ അടുത്ത മന്ത്രം അതാണ് മെയിൻ മന്ത്രമായിട്ട് പറയാം. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് മന്ത്രം. എന്താണ്? ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തി, ചിത്തം എന്ന് പറഞ്ഞാൽ എന്തിനെ അർത്ഥാക്കുന്നത്? ചിത്തം, മനസ്സിനെയാണ്. ഈ മഹാന്മാരൊക്കെ ഡീൽ ചെയ്തിരിക്കുന്നത് ഏതിനെയാണ്? മനസ്സിനെയാണ്. ഈ മനസ്സിനെ മനസ്സിലാക്കി വികസിപ്പിക്കാൻ ഉള്ള കേന്ദ്രമാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ. പക്ഷെ അതാരും നമുക്ക് പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ദൈവത്തിന്റെ മതമാക്കി ഹിന്ദുമതത്തെ മാറ്റി. ഹിന്ദുമതം ദൈവത്തിന്റെ മതമല്ല, ദൈവം ഒരു മനസ്സിനെ ദൈവീകമാക്കുന്ന മതമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. മറ്റത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മതമാണ്, ഇത് മനസ്സിനെ, മനസ്സിലായില്ല, മനസ്സിനെ ദൈവീകമാക്കുന്ന, അതായത് ജീവാത്മാവിനെ പരമാത്മാവാക്കി പരിവർത്തനം വരുത്തുന്ന മതമാണ് ഏത്? ഹിന്ദുമതം. അപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാനാണോ, അതോ ജീവാത്മാവിനെ പരമാത്മാവായി പരിവർത്തനം വരുത്താനുള്ള പരിശീലനത്തിനാണോ? അതാരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ? പറയൂ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വഴിതെറ്റിപ്പോയി, കംപ്ലീറ്റ് വഴിതെറ്റിയിട്ടാണ് ക്ഷേത്രങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനാണ് ഭാഗവതം നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ നിങ്ങളോടൊക്കെ എനിക്കുള്ള റിക്വസ്റ്റ് എന്ന് വെച്ചാല്, ഭാഗവതത്തിന്റെ കഥാഭാഗം കേൾക്കുമ്പോഴും കഥകളിലൂടെ ജീവിത സാരം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ കഥ കേട്ടിട്ടും കാര്യമില്ല. അതെങ്ങനെയോ ആചാര്യന്മാരിത് മനസ്സിലാക്കാതെ പ്രചരിപ്പിച്ചു. കാരണം ഇത്രയും ഒരു കൃതി കൈകാര്യം ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. അവരെന്ത് ചെയ്തു വെച്ചാൽ ഇത് കഥകളാക്കി അങ്ങനെ പറഞ്ഞു. ഞാനൊക്കെ ഈ ഭാഗവതം തുടങ്ങുമ്പോൾ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ കമ്പൽസറിയാണ് ഭാഗവതം വായിക്കല്. ഞാൻ അങ്ങനെ ഭാഗവതം വായിച്ച് മനസ്സിലാക്കിയ ആളാണ്. പക്ഷെ പിന്നീട് എൻ്റെ എഡ്യൂക്കേഷനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ഇതൊക്കെ ഒഴിവാക്കി. കാരണം കഥ കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്കറിയാം. ഈ കുട്ടിക്കാലത്തെ കേട്ട കഥകൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതിലെന്ത് അർത്ഥമുണ്ട്? എത്ര കാലം നിങ്ങൾ പൂതനയുടെ കഥ കേട്ടിരിക്കും? എത്ര കാലം നിങ്ങൾ ഈ കഥകളൊക്കെ കേട്ടിരിക്കും? പിന്നെയാണ് ഓരോ മഹാന്മാരുമായിട്ടുള്ള ഈ അസോസിയേഷൻ കൊണ്ട്, നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ അറിയില്ല, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ ജീനിയസ് ആയിരുന്നു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു ഗീതാ വ്യാഖ്യാനമുണ്ട്, അത് വായിക്കേണ്ടതാണ്. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. ശിവാരവിന്ദ് മരിക്കുകയും, കുട്ടിക്ക് എന്തോ അസുഖം വന്നു. ഈ മരിക്കുന്ന സമയത്ത് ഇവൻ വലിയ ശിവഭക്തനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഭക്തിയിലേക്ക് വരുന്നത്. മകനിലൂടെയാണ് അച്ഛൻ ഭക്തിയിലേക്ക് വരുന്നത്. ഇവൻ എവിടെന്നാ അറിയില്ല, വലിയ ശിവഭക്തി കിട്ടിയിട്ട് വലിയ ശിവഭക്തനാണ്. അപ്പം ഇവന് രോഗം വളരെ സീരിയസ് ആയി, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു, മരണം, ഇങ്ങനെയുള്ള രോഗമായിരുന്നു. അപ്പൊ ഇവൻ അച്ഛനോട് പറയാണ്, എനിക്ക് ഗീത വായിച്ച് കേൾപ്പിച്ചു തരുമെന്ന്. 9 വയസ്സോ 10 വയസ്സുള്ള മകനായിരുന്നു അദ്ദേഹത്തിന്റെ. എവിടുന്നാണ് ഇവന് ഗീതയെക്കുറിച്ചുള്ള അറിവ്? എന്താ ഇവൻ ഈ പറയുന്നത്? ഈ അച്ഛൻ ഗീത വാങ്ങിച്ചു കൊണ്ടുവന്ന് വായിക്കുക, ഒരെത്തും പിടിയും കിട്ടില്ല, ഇതെന്താ വായിക്കണതെന്ന്. പ്രൊഫസറൊക്കെയാണ്, പക്ഷെ ഇത് വിഷയം തലേ കയറണ്ടേ. അങ്ങനെയാണെങ്കിൽ ഫിസിക്സ് പ്രൊഫസറുമാണ്, ഇതൊന്നും തലേ കയറണ്ടേ ഈ ഗീതയൊക്കെ. അങ്ങനെ മകൻ മരിച്ചു. അദ്ദേഹത്തിന് വലിയ കുറ്റബോധമായി. ആ മകൻ വായിക്കാൻ പറഞ്ഞ ഗീത എനിക്ക് അറിയില്ലല്ലോ എന്താന്നുള്ളത്. അങ്ങനെ പാലക്കാട് ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. അതേ ഒരു വളരെ ഒരു ജീനിയസ് ആയിട്ടുള്ള സ്വാമിജി ആയിരുന്നു. രമണ മഹർഷിയുടെ ആർഡൻ ഡിവോട്ടി ആയിരുന്നു. അപ്പൊ അദ്ദേഹം തൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അവിടെ സന്യസിച്ച് അവിടെ ഒരാശ്രമമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. അദ്ദേഹത്തിനടുത്ത് പോവും ഈ ബാലകൃഷ്ണൻ നായർ. അപ്പം അങ്ങനെ ബാലകൃഷ്ണൻ നായർ അവിടെ ഇരുന്ന് അതൊക്കെ കേട്ട് 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 അദ്ദേഹത്തിന് സംസ്കൃതമൊക്കെ നല്ല അറിവായി. അങ്ങനെ അദ്ദേഹം പഠിച്ചെടുത്ത് ഒരു വശത്ത് പ്രൊഫസറുടെ ജോലി, വേറെ വശത്ത് ഗീത പഠിക്കുക, ഇതൊക്കെ പഠിക്കുക. പിന്നെ അദ്ദേഹത്തിന് അത് വലിയ സ്വാധീനമുണ്ടാക്കി.
അദ്ദേഹത്തിന് അത് സ്വാധീനിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അതിലായി. അവസാനം ഈ ഒരു ബോധത്തിൽ ശരീരം ഉപേക്ഷിച്ച ആളാണ്. അദ്ദേഹം ഗീതയ്ക്ക് എഴുതിയൊരു വ്യാഖ്യാനമുണ്ട്, ശിവാരവിന്ദം വ്യാഖ്യാനം എന്ന ഭാഷ്യമുണ്ട്. മകന്റെ പേര് ശിവാരവിന്ദൻ എന്നായിരുന്നു. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. പ്രൊഫസർ, നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണത് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ധാരാളം നാരായണ ഗുരുദേവന്റെ വർക്കല, അദ്ദേഹത്തിന്റെ ആശ്രമത്തില് നാരായണ ഗുരുദേവൻ അവിടെ സ്വാമിജിമാരുണ്ടല്ലോ, ഈ വർക്കല ശിവഗിരിയിലെ സ്വാമിജിമാർ. അപ്പൊ അവർക്ക് നാരായണ ഗുരുദേവ കൃതികളും മറ്റും പഠിപ്പിക്കാൻ ഒരാചാര്യനെ നിശ്ചയിക്കണം. നാരായണ ഗുരുദേവന്റെ കാലശേഷമാണ് അതൊക്കെ. ഒരാളെ വെക്കണം. ഈ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ റിട്ടയർമെന്റിന് ശേഷം അവിടെ ആചാര്യനായിരുന്നു. നാരായണ ഗുരുദേവന്റെ കംപ്ലീറ്റ് കൃതികൾക്ക് വ്യാഖ്യാനിച്ച ആളാണ് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ. അത്ര ജീനിയസ് ആയിരുന്നു. ഇദ്ദേഹം ഒരിക്കലും പാലക്കാട് വരണ്ടായി. ഞാനന്ന് പാലക്കാടുള്ള കാലത്ത്. അപ്പൊ അവിടെ ഒരു 10 ദിവസം ഭാഗവതം പറയുകയാണ്. റിട്ടയർമെന്റ്, അദ്ദേഹത്തിന്റെ കുറെ പ്രായമായുള്ള സമയത്ത് ഈ ഭാഗവതം കേൾക്കാൻ ഞാനും അദ്ദേഹത്തിന്റെ ഒരു കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം താമസിക്കുന്നതൊക്കെ ഞാൻ നമ്മുടെ വേണ്ടപ്പെട്ടൊരു വീട്ടിലാണ്. അപ്പൊ അവര് വളരെ ഭക്തിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ. അപ്പൊ ഈ കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും. കിട്ടുന്ന സമയം, കാരണം ഇത് വൈകുന്നേരം മാത്രമേ ടോക്കുള്ളൂ, ബാക്കി സമയം ഫ്രീ ആണ്. അപ്പോഴാണ് ഭാഗവതത്തിൽ നമ്മൾ കാണാത്തതായ ഭാഗങ്ങളുണ്ടെന്ന്. പിന്നീട് അതൊരു പുസ്തകം അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അതിന്റെ പേര് ഭാഗവത ജ്ഞാനാമൃതം എന്ന്. ജി ബാലകൃഷ്ണൻ നായർ. ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ പുസ്തകം വാങ്ങിക്കണം കിട്ടുകയാണെങ്കിൽ. ഭാഗവതത്തിന്റെ ഒരു എസൻസ് ബാലകൃഷ്ണൻ നായർ എഴുതിയൊരു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് കുറേയും കൂടി ഭാഗവതത്തിന്റെ ഉൾക്കാഴ്ച കിട്ടും. അപ്പോഴാണ് മനസ്സിലായത്, ഈ ഭാഗവതം കഥ പറയാനല്ല. ഭാഗവതത്തിന്റെ ലക്ഷ്യം കഥയല്ല. ഒരു ശ്ലോകമൊക്കെ അവര് നമ്മുടെ കണ്ണിൽ കാണിച്ചു തന്നത് ഭാഗവതത്തിലെ 12-ാം സ്കന്ധത്തില് 3-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകം, സെക്കൻഡ് വോള്യത്തില്. നിങ്ങളുടെ സെക്കൻഡ് വോള്യം ഉണ്ടെങ്കിൽ ആ ശ്ലോകമൊക്കെ ഒന്ന് പഠിക്കണം നമ്മള്. 12-ാം സ്കന്ധം 3-ാം അധ്യായം 14-ാം ശ്ലോകം. ശരിക്കും ഈ ശ്ലോകമൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഭാഗവതം കേൾക്കേണ്ടത്. അത് ഈ മുതിർന്നവരൊക്കെ എന്താ വെച്ചാൽ ഭാഗവതം പുസ്തകം വാങ്ങിക്കില്ല, വെറുതെ പൊട്ടന്മാരെ പോലെ കേട്ടിരിക്കും. അങ്ങനെ കേട്ടതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ അതൊന്ന് പഠിച്ചെടുക്കണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഭാഗവതത്തിന്റെ ഒരു മഹത്വം, ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാവുക. അത് ഈ ഇങ്ങനെയുള്ള മഹാന്മാരിൽ നിന്ന് കിട്ടിയതാ ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, വേറൊരാള്, ഒരു പ്രൊഫസർ, ഒരു റിട്ടയർഡ് പ്രിൻസിപ്പളായ ശൂലപാണി വാര്യര്, അത് അനദർ ജീനിയസ് ആയിരുന്നു. അതുപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കണം. ഇങ്ങനെയുള്ള വളരെ ജീനിയസ് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ഈ കഥ കേട്ട് പോവരുത്. നിൽക്കട്ടെ, ശ്ലോകം ഏതായിരുന്നു? 12-ാം സ്കന്ധം 3-ാം അധ്യായം 14. കിട്ടിയോ എല്ലാവർക്കും? ശ്ലോകം ശ്രദ്ധിച്ചു വായിക്കണേ. കഥാ ഇമാംസ്തേ കഥിതാ മഹീയസാം വിധായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ വജോ വിഭൂതിർ നദു പാരമാർത്ഥ്യം. ഇതാണ് ശ്ലോകം. കണ്ടു? ഇനി ശ്രദ്ധിക്കുക. കഥ ഇമാ കഥ. ഇമ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ കഥകൾ. ഇമാ കഥ, ഭാഗവതത്തിലെ കഥകൾ. ആരെക്കുറിച്ചുള്ള കഥകൾ? ഇമാ കഥ. കഥാ ഇമാംസ്തേ കഥിതാം, പറഞ്ഞിട്ടുള്ള. ഇവിടെ കഥിതാം, കഥനം ചെയ്തിട്ടുള്ള കഥകളൊക്കെ ആരെക്കുറിച്ച്? വിധായ ലോകേഷു യശപ്പരേഷാം, ഈ ലോകത്തിൽ ജീവിച്ചവരെയും ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയവരെ കുറിച്ചൊക്കെയുള്ള കഥകൾ ഈ ഭാഗവതത്തിൽ വിസ്തരിച്ചു പറഞ്ഞു. ഇതൊക്കെ എന്തിനാ ഞാൻ പറഞ്ഞത്? അടുത്ത വരിയാണ് പ്രധാനം. വിജ്ഞാന വൈരാഗ്യ. എന്തിനാണ്? നമുക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാൻ. എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ? എന്താ വിജ്ഞാനം? ഇതൊക്കെ സംസ്കൃതത്തിൽ അർത്ഥം എടുക്കണം, അല്ലെങ്കിൽ തെറ്റും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം വേറെയാണ്.
അവനെ ഞാൻ ഒരു വഴിക്ക് വിടില്ല എന്ന്. അത് 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 ദേഷ്യത്തിന്റെ, വെറുപ്പിന്റെ വൈരാഗ്യമാണ്, അല്ലേ? ആത്മീയതയിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എവിടെ അമിതമായ ഒട്ടലുണ്ടോ ആ ഒട്ടൽ വിടാനുള്ളൊരു കഴിവ്, മനസ്സിലായില്ലേ? പരാശ്രയം വിടാനുള്ളൊരു കഴിവ് വിജ്ഞാനം. എന്നാൽ സ്വ ആശ്രയം നേടാനുള്ളൊരു പ്രയത്നം. അപ്പം ആശ്രയം, പരാശ്രയത്തിൽ നിന്നും മനസ്സിനെ എന്ത് ചെയ്യണം? മനസ്സിലായില്ല? വീട്ടില് പയറൊക്കെ നടാറുണ്ടോ? ഇത്തിരി സ്ഥലമൊക്കെ ഉള്ളവർക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പയറ് നടാറുണ്ടോ? അല്ലെങ്കിൽ വീട്ടിൽ ചെടികളൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ശംഖുപുഷ്പം പോലുള്ള, പിച്ചി പോലുള്ള വള്ളിച്ചെടികളില്ലേ, അപ്പൊ അതൊന്ന് വളർന്ന് കിട്ടാൻ വരെ അതിനൊരു ഊന്ന് കൊടുക്കണം, ഒരു താങ്ങ് കൊടുക്കണം, ഒരു സപ്പോർട്ട് കൊടുക്കണം. വേണ്ടേ? വേണോ? പിന്നെ എന്ത് ചെയ്യും? അതങ്ങോട്ട് പടർന്ന് അങ്ങോട്ട് കയറി പോയിക്കോളും. എവിടെങ്കിലും ഇപ്പൊ ഗ്രില്ലൊക്കെ ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ ആ ഗ്രില്ലിൽ അങ്ങോട്ട് കയറി, വീടിനോട് ചേർന്നിട്ട് ഇപ്പം ശംഖുപുഷ്പമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി പിടിച്ചോളും, അല്ലേ? അങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ആ കമ്പ് പോയാലും വള്ളി വിട്ടുപോവോ? കാരണം അവിടെ കയറി ചുറ്റിപ്പിണക്കുന്ന അതങ്ങനെ പിടിച്ചു കൂടിയിട്ടുണ്ടാവും. ഈ പയറുവള്ളിക്ക് ഒരു കുഴപ്പമുണ്ട്, അതങ്ങോട്ട് കയറി പോവില്ല, അത് എവിടെ തന്നെ നിൽക്കും. എവിടെ നിൽക്കും? ആ കമ്പിൽ തന്നെ നിൽക്കും. അങ്ങോട്ട് കയറി പോയില്ല എന്ന് വിചാരിക്കുക. ആ കമ്പ് വീണുപോയാലോ? വള്ളിയും വീണോ? ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ അതുപോലെ. നമ്മൾ കയറി പിടിച്ചതൊന്നും ഉറപ്പില്ലാത്തതാ, കയറി പിടിച്ചതൊന്നും കൂടെ ഇല്ലാത്തതാ. അപ്പൊ ഇനി ആ മനസ്സിനെ നമ്മൾ വളർത്തണം. ഏതിലേക്ക് വളർത്തണം? ഏത് ബോധം? അവബോധത്തിലേക്ക് വളർത്തണം. അവബോധത്തിലേക്കും അവബോധത്തിൽ നിന്ന് അങ്ങനെ ഒരു വളർച്ചയുണ്ട് മനസ്സിന്. ഈ വളർച്ചയുടെ പേരാണ് സ്വ ആശ്രയം. മറ്റതിന്റെ പേരാണ് പരാശ്രയം. എന്താണ്? അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് നിൽക്കുന്നത് പരാശ്രയത്തിലാണ്, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് ശരീരത്തിന് വല്ലതും സംഭവിച്ചാൽ നെഞ്ച് തകരുന്നത്, കൂടെയുള്ളവർ മരിച്ചുപോയാൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്, തകർന്നു പോകുന്നത്. മനസ്സിലായില്ലേ? പരാശ്രയത്തിൽ കയറി പിടിച്ചാൽ ആരായിട്ടും കാര്യമില്ല. മനസ്സിലാവുണ്ടോ? ജീവിതം താളം തെറ്റും. അപ്പൊ ഈ ചെറുപ്പത്തിലെ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടിയിരുന്നു സ്വ ആശ്രയത്തെ പിടിക്കാനായിട്ട്. അതാരും പറഞ്ഞതില്ല, നിൽക്കട്ടെ, ആ വിഷയം നടക്കട്ടെ. അപ്പൊ എന്തിനാണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നത്? വിജ്ഞാന വൈരാഗ്യ. ഈ വാക്ക് മറക്കരുത്. എന്തിനാണ്? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ. കഥകളൊക്കെ വജോ വിഭൂതിർ അത് പാരമർത്ഥ്യം. വജോ വിഭൂതി. വജോ വിഭൂതി എന്ന് പറഞ്ഞാൽ, വജോ എന്ന് പറഞ്ഞാൽ വാക്ക്, വിഭൂതി പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് പറയാം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ പറയും? കുറച്ചൊരു പൊടുപ്പും തൊങ്ങലും വെക്കുക എന്നൊക്കെ പറയില്ലേ? എന്ന് വെച്ചാൽ ഇത്തിരി എക്സാഗ്രേറ്റ് ചെയ്ത് പറയാം. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ അതിലിത്തിരി മസാല ചേർത്ത് അങ്ങോട്ട് പറയും. അതിനിത്തിരി എംബ്രോയിഡറി കൊടുക്കും, അതിന് കുറച്ചുകൂടിയും കഥ കൂട്ടി പറയും, ഇല്ലേ? കൊച്ചു കുട്ടികളോടൊക്കെ വർത്തമാനം പറയും. ഓ അച്ഛൻ വന്നോ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് തുടങ്ങിയാൽ ഇല്ലാത്തത് എത്ര ഗംഭീരമായിട്ട് അവർ പറഞ്ഞിട്ടാക്കും. ചെറിയ കൊച്ചു കുട്ടികൾ വർത്തമാനം പറയണ കേട്ടില്ലേ? അമ്മമാര് തന്നെ ഞെട്ടിപ്പോയി, എവിടുന്നാ ഇതിനിങ്ങനെയൊക്കെ കഥ ഉണ്ടാക്കണതെന്ന്. ചെറിയൊരു കാര്യം കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അതിനെ ബേസ് ചെയ്ത് കഥ ഉണ്ടാക്കും. ചില കുട്ടികൾക്ക് അതിനുള്ളൊരു സാമർത്ഥ്യം ഇല്ലേ? കണ്ടില്ലേ അങ്ങനെയുള്ള കുട്ടികളെ? ഉണ്ടോ ഇല്ലയോ? ഭയങ്കര സ്റ്റോറി മേക്കിംഗ് കുട്ടികളുണ്ട്. നമ്മൾ സത്യം ചിലപ്പം എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്. ചിലപ്പം വിചാരിക്കും ഇതൊക്കെ സത്യമാണ്, ചിലപ്പോൾ അസല് നുണയായിരിക്കും. അമ്മ അടിച്ചു, അമ്മ അങ്ങനെ പറഞ്ഞു, അമ്മ അങ്ങനെയൊക്കെ കഥ പറയുന്ന കുട്ടികളില്ലേ? ഇല്ലേ? എന്നാ അതിന് യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ലേ. ഇതങ്ങനെ പൊട്ടുപ്പം തൊങ്ങലും വെച്ച് അല്ലേ? അതിൽ ചിലത് യാഥാർത്ഥ്യം ഉണ്ടാവും, ചിലത് യാഥാർത്ഥ്യം ഉണ്ടാവില്ല.
അതിപ്പോ MLA-ക്ക് അറിയുള്ളൂ എന്താ യാഥാർത്ഥ്യം എന്താ യാഥാർത്ഥ്യം അല്ലാത്തത് എന്നുള്ളത്. ഇപ്പൊ കേരളത്തിലെ ഒരു MLA അങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലരെന്തോ വിളിച്ചു പറഞ്ഞു, ചിലര് അതിലിപ്പോ ഏതാ യാഥാർത്ഥ്യം അല്ലാത്തത് എന്നുള്ളത് അവനവന് തന്നെ അറിയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ കഥകൾക്കൊക്കെ ഉള്ളിലുള്ള ജ്ഞാനവൈരാഗ്യങ്ങളെ എടുക്കാനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ ജ്ഞാനവും വേണം, വൈരാഗ്യവും വേണം. എന്താണ് ജ്ഞാനം? നേടേണ്ടത് എന്ത് എന്ന് ജ്ഞാനവും അതിനുള്ള പരിശീലനമാണ് വൈരാഗ്യം. വൈരാഗ്യം എന്ന വാക്കിന്റെ സംസ്കൃത അർത്ഥം, വൈരാഗ്യം എന്നാൽ രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് വിഗത രാഗം, വൈരാഗ്യം. വിഗതം ഗതം പോവുക, രാഗം പോവുക. രാഗം എന്ന് പറഞ്ഞാൽ ഒന്നിനോടുള്ള രാഗം, അനുരാഗം എന്നൊക്കെ പറയില്ലേ, ആ അമിതമായ ഒട്ടൽ പോണം. മറ്റൊരു അർത്ഥം വിശേഷേണ രാഗം, ഒന്നിനോട് രാഗം ഉണ്ടാവുക. ഒന്നിനോട് രാഗം ഉണ്ടാവണം, മറ്റൊന്നിൽ നിന്ന് രാഗം വിടണം. ഏതിനോട് രാഗം ഉണ്ടാവണം? ഏതിനോട് രാഗം ഉണ്ടാവണം? കൂടെ വന്നില്ലേ നിങ്ങള്? ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം കൂടി ചേർത്ത് വായിക്കൂ. എന്താ ഭക്തി? നാമജപത്തിനോടുള്ള ഒരു ആസക്തി, അതൊരു രാഗമാണ് അല്ലേ? അപ്പം നാമജപാദികളോടുള്ള രാഗം വിടണം, കുടുംബകാര്യങ്ങളിലുള്ള രാഗം കൂടണം. അതാണോ വേണ്ടത്? അല്ല, നാമജപാദികളിലുള്ള രാഗം കൂടണം, മറ്റത് വിടണ്ട. നിങ്ങള് ഇതിനോട് രാഗം കൂടിയാൽ തന്നെ മറ്റിടത്ത് മനസ്സ് കുറഞ്ഞു വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനാണ് ഏത് കേൾക്കേണ്ടത്? ഇപ്പൊ ഭാഗവതം ഒരു ലൈഫ് മാനുവലാണ്. ഭാഗവതം ഒരു ജീവിതം നിങ്ങൾക്ക് ധന്യമാക്കി തരുന്ന ഒരു കൃതിയാണ്. ഇത് ആദ്യം മനസ്സിലാക്കണം, ശ്രദ്ധിക്കുക. ഒന്ന് തിയറി ക്ലാസ്സും, രണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്. ക്ഷേത്രം ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ലാബാണ്. ക്ഷേത്രം ഒരു സ്പിരിച്വൽ ലബോറട്ടറിയാണ്. എന്നാൽ സത്സംഗം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ തിയറി ക്ലാസ് പഠിക്കുകയാണ്. കാര്യങ്ങളെയെല്ലാം വേണ്ട രീതിയിൽ മനസ്സിലാക്കുക. അപ്പൊ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? ഇത് പ്രഹ്ലാദനിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഭാഗവതം കേൾക്കണം. അപ്പൊ ഭാഗവതം കേട്ട് അതിനെ പ്രായോഗികമാക്കാനുള്ള, പരിശീലിക്കാനുള്ള ഒരു കേന്ദ്രമാണ് ഏത്? ഇപ്പൊ ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ കേട്ടിട്ടാണ് എന്ത് കൈ തരൂ, സ്റ്റിയറിംഗ് കൈ തരൂ അല്ലേ? ഇതെന്താ ഏതാന്നൊക്കെ അറിയാതെ വണ്ടിയിൽ ആദ്യം തന്നെ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക? ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ആഞ്ഞ് ചവിട്ടും. പിന്നെന്താ ഉണ്ടാവുക എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ സ്പെയർ സാധനങ്ങൾ അപ്പുറത്ത് വെക്കുന്നത്. പഠിപ്പിക്കുന്നവന്റെ കാലിന്റെ ചോട്ടിലും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, പഴയ കാലത്തൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ? ഉണ്ടാവോ? അല്ലെങ്കിൽ എന്ത് പറ്റും? ഇവരോട് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതുകൊണ്ടല്ലേ ഈ ലേണിംഗ് ലൈസൻസ് എടുക്കുന്നവരുടെയൊക്കെ കാറിന്റെ പുറകിൽ എന്ത് വെക്കണം? എൽ എന്ന് വെച്ചാൽ അത് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എല്ല് വേണമെങ്കിൽ മാറിക്കോന്നു. നിങ്ങൾക്ക് എല്ല് വേണമെന്നുണ്ടെങ്കിൽ മാറി നടന്നു, എനിക്ക് ബോധമില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് തിയറി ക്ലാസ്സും പ്രാക്ടിക്കലും വേണമല്ലോ. അപ്പൊ ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് ഒരു തിയറി ക്ലാസ്സാണ്. ക്ഷേത്രം ഒരു പ്രാക്ടിക്കൽ സ്ഥലമാണ്. അതുകൊണ്ട് എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത്? ഇത് വ്യക്തമായി നമുക്കറിയണം. ഇപ്പൊ എന്താ വെച്ചാൽ തിയറി അറിയാതെ എവിടെ പോണു? പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പോകുന്ന അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. തിയറി അറിയാതെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പോയിട്ട് എന്താ ചെയ്യുക? വായും പൊളിച്ചിരിക്കുക തന്നെ. അതുകൊണ്ട് നമ്മൾ കുറെ പ്രദക്ഷിണം വെക്കണോ, എന്തോ ചെയ്യണോ, എന്നിട്ടോ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല. അത് അതുപോലെ തന്നെ. കാരാസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? ഉണ്ടോ? ചില അരിഷ്ടത്തിന്റെ കുപ്പിയിൽ നിങ്ങൾ എന്ത് വെളിച്ചെണ്ണ ഒഴിച്ചാലും വീണ്ടും എന്ത് സ്മെല്ല് വരും? അരിഷ്ടത്തിന്റെ സ്മെല്ല് വരും. അങ്ങനെ തന്നെ ഉണ്ടാവും അത്, ഇല്ലേ? അതിന്റെ വാസന വിട്ടുപോയില്ല. ഇതുപോലെ എത്ര അമ്പലത്തിൽ പോയിട്ടും ശങ്കരൻ വീണ്ടും തെങ്ങ് തന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ
മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യം നമ്മൾ അറിഞ്ഞ് ചെയ്യണോ അറിയാതെ ചെയ്യണോ? അറിഞ്ഞു ചെയ്യണം. അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇത് മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ 2 വാക്കുകൾ മറക്കരുത്. ഒന്ന്, പൂർണ്ണത നേടാനാണ് വന്നത് എന്ന് മറക്കരുത്. എന്തിനാ വന്നത്? പൂർണ്ണത കൈവരിക്കാൻ. അതിനെന്ത് വേണം? നമ്മള് ബോധത്തിൽ നിന്നും അബോധത്തിൽ നിന്നും ഉപബോധത്തിൽ നിന്നും എങ്ങോട്ട് ഉയരണം? ഏത് ബോധാവസ്ഥയിലേക്ക് ഉയരണം? അവബോധാവസ്ഥ. അവബോധത്തിൽ നിന്നും പൂർണ്ണബോധത്തിലേക്ക്. അപ്പൊ ഈ വികാസത്തിന് വേണ്ടിയാണ് നമ്മൾ വന്നത്. അങ്ങനെ വികസിപ്പിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കേണ്ട കേന്ദ്രമാണ് ക്ഷേത്രം എന്നുള്ളതും ബോധം. പൂർണ്ണത കൈവരിക്കാൻ വന്നോ, അത് പരിശീലിക്കാനുള്ള കേന്ദ്രം ക്ഷേത്രം. ഒന്നുകൂടി പറയാം, പൂർണ്ണത കൈവരിക്കാനാണ് വന്നതെന്ന വ്യക്തത മനസ്സിലാക്കാൻ ഭാഗവതവും, അത് കൈവരിക്കാനുള്ള പരിശീലനം നേടാനുള്ള കേന്ദ്രം ക്ഷേത്രം. ഈ വ്യക്തത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് പിന്നെ എവിടെ വേണമെങ്കിലും പോവാം. നിൽക്കട്ടെ, ആ ഒരു വ്യക്തത ഉറപ്പിക്കാൻ നമുക്ക് പ്രഹ്ലാദന്റെ കഥയിലൂടെ പോവാം. പ്രഹ്ലാദന്റെ കഥയാണ് ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞതും ഇന്ന് രാവിലെ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ആ ഒരു ഭാഗം കഴിഞ്ഞു. പ്രഹ്ലാദൻ അസുരക്കുട്ടികൾക്ക് ഉപദേശം കൊടുക്കുന്ന 2 അധ്യായങ്ങളുണ്ട് ഭാഗവതത്തിൽ. 7-ാം സ്കന്ധത്തിൽ 6ഉം 7ഉം ശ്ലോകങ്ങൾ. 6ഉം 7ഉം ശ്ലോകങ്ങൾ. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഭാഗവതം വായിക്കുമ്പോൾ നല്ലൊരു വ്യക്തത വരും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ അന്ധമായി തൊഴുതുപോകും. നിങ്ങൾക്കൊരു ഗുണവും കിട്ടില്ല. അതുകൊണ്ട് 6-ാം അധ്യായം തുടങ്ങുന്നു. എന്താണ്? എങ്ങനെയാ തുടങ്ങുന്നത്? കൗമാര ആചരേ പ്രാജ്ഞ. ഈ ശ്ലോകങ്ങളൊക്കെ അടിവരട്ടേക്കണം, അത്ര ഗംഭീരമാണ്. കൗമാര ആചരേത് എന്നാണ് വാക്ക്. ആചരേത്, ആചരിക്കണം. ആചരേത് പ്രാജ്ഞ. നിങ്ങൾക്ക് പ്രാജ്ഞനാവാൻ കൗമാരകാലം മുതൽക്ക് തന്നെ ആചരണങ്ങൾ വേണം. ശ്രദ്ധിക്കൂ, നിങ്ങൾ അച്ഛനമ്മമാരൊക്കെ കുട്ടികളെ വഴിതെറ്റിച്ചത് എങ്ങനെയാണെന്നറിയും? നിങ്ങൾ പലതും മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് വീടുകളിലൊക്കെ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ നല്ല ബന്ധമില്ലാത്തത്. ഈവൻ ഭാര്യയും ഭർത്താവും ഒരു ഹൃദയത്തിന്റെ ബന്ധമില്ലാത്തത്. കുറേ കഴിഞ്ഞാൽ ഒരു വിരസതയും ഒരു മടുപ്പും ഒക്കെ വരുന്നത്. കാരണം അവരവരുടെ സ്വാർത്ഥത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. നോക്കൂ, നിങ്ങൾ ആദ്യമൊക്കെ നമ്മൾ കുറെ കൺസിഡർ ചെയ്യും മറ്റൊരാളെ. പിന്നെ അവനവന്റെ സ്വാർത്ഥത കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മക്കളുടെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ. ആദ്യമൊക്കെ അമ്മയെന്നും പറഞ്ഞ് വാലും പിടിച്ച് നടക്കും. എന്ത് വേണമെങ്കിലും അമ്മ പറഞ്ഞതനുസരിക്കും, അല്ലേ? കുറെ കഴിഞ്ഞ് വളരും തോറും അവരുടെ സ്വാർത്ഥതയിലേക്ക് വളരുകയാണോ? പറയൂ. അതുപോലെ തന്നെയല്ലേ ഭാര്യയും ഭർത്താവായാലും, ഇല്ലേ? ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞാൽ എന്താണ്, തങ്കം, സ്വർണം, പൊന്ന്, മൂല എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നടക്കും. സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാൽ തിരുവോണം. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. തിരുവോണവും ഇല്ല. പിന്നെയുള്ളത് അവിട്ടം, ചതയം, ഉരുട്ടാതി. മുന്നോട്ട് പോകും തോറും എന്ത് തിരുവോണാണുള്ളത്. കഴിഞ്ഞു. കാരണം കുറെ കഴിഞ്ഞാൽ വിരസത വന്നു. അപ്പൊ സ്വാർത്ഥത വന്നു. പിന്നെ അവനവന്റെ ലോകത്തിൽ തോണ്ടിയിരിക്കും. കഴിഞ്ഞു ജീവിതം. ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള്? ജീവിതം മുന്നോട്ട് പോകും തോറും സ്വാർത്ഥത കൂടുകയാണോ നിസ്വാർത്ഥത കൂടുകയാണോ? നിസ്വാർത്ഥതയാണോ? സ്വാർത്ഥതയിലേക്കാണ് പോകുന്നത്. പിന്നെ എവിടെയാണ് ജീവിതം സുഖം കണ്ടെത്താൻ പറ്റുന്നത്? നിൽക്കട്ടെ. അപ്പൊ എന്ത് വേണം? നമ്മള് അറിയണം എന്താണ് നമ്മള് ഒരു ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടത്. ആചരണമാണ്. പ്രാർത്ഥന എന്നുള്ള വാക്ക് വിട്ട് ഏത് ചെയ്യണം? ആചരിക്കണം. അപ്പം ആചരിക്കുക. എന്താണ് ആചരിക്കേണ്ടത്? ആചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ആചരിക്കുക എന്ന് പറഞ്ഞാൽ പരിശീലിക്കുക എന്നാണ്. എന്താണ്? പരിശീലനത്തിന്റെ മറ്റൊരു പേരാണ് ആചരണം. അപ്പൊ എന്തൊക്കെയാ പരിശീലിക്കേണ്ടത്? നമ്മളിപ്പോ രാവിലെ ചെയ്യുന്ന പോലെ പ്രാണായാമം, ഓങ്കാരം, ജപം, ഇതൊക്കെ പരിശീലിക്കാനുള്ള ഒരു കേന്ദ്രമാണ് ഏത്? പറയൂ. ക്ഷേത്രം. അപ്പൊ അതാണ് കുട്ടികളെ ചെറുപ്പത്തിലെ നാമജപ പരിശീലനം. വാസ്തവത്തിൽ നമ്മൾ നല്ലൊരു ക്ഷേത്ര സംസ്കാരമാണ് കളഞ്ഞു കുളിച്ചത്. കേരളത്തിലെ നമ്മുടെ ഹിന്ദു കുട്ടികൾ എവിടെ എത്തേണ്ടതായിരുന്നു എന്നറിയൂ? നമ്മൾ അച്ഛനമ്മമാർക്ക് ആ ബോധമേ ഉണ്ടായില്ല. കാരണം ഏത് കാര്യത്തിലും നമ്മൾ
എക്സ്പേർട്ട് ആവുന്നത് ആചരണത്തിലൂടെയാണ്. ആചരണം എന്ന് പറഞ്ഞാൽ പരിശീലനത്തിലൂടെയാണ്. എന്താണ്? പ്രാർത്ഥനയിലൂടെയല്ല മനുഷ്യൻ നന്നാവുന്നത്. ഈ രണ്ട് വാക്കുകൾ അപകടമായിപ്പോയി നമുക്ക്. എന്ത്? പഠിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പഠിക്കലല്ല, കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കലും മനസ്സിലാക്കിയതിനെ നമ്മൾ പരിശീലിക്കലുമായിരുന്നു വേണ്ടത്. ഇപ്പൊ ഒരു ക്ഷേത്രത്തിനകത്ത് ശരിക്ക് നമുക്ക് വാദ്യം, കലകള്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പരിശീലിക്കാനുള്ളൊരു അവസരങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു സർവകലാശാലകളായിരുന്നു പണ്ട്. മനസ്സിലായില്ലേ? സർവകലാശാലകളായിരുന്നു. പലതും പഠിപ്പിക്കുന്ന കലകളും സംഗീതവും അതുപോലെ തന്നെ ചിത്രങ്ങളും ചുമർചിത്രങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് പഴയ കാലത്തൊക്കെ. പക്ഷെ അത് ക്രമേണ നിങ്ങൾ നോക്കൂ, ഗുരുവായൂരിലൊക്കെ ഇപ്പോഴും കൃഷ്ണനാട്ടം എന്നൊരു കലയുണ്ട്. ഉണ്ടോ? അതുപോലെ ഗുരുവായൂരിന്റെ തന്നെ ഒരു മ്യൂറൽസ് ചിത്രം ഉണ്ടോ? പറയൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പണ്ട് കാലം മുതൽക്ക് തന്നെ അവിടെ ക്ഷേത്രകലകൾ എന്നാ പറയാ. എന്താണ്? ഇന്നിപ്പോ കേരളത്തിലുള്ള സകല കലകളും വാസ്തവത്തിൽ എവിടുന്ന് വന്നതാണ്? അങ്ങ് തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കലകളാണ് നമുക്കുള്ളത്. കുത്തിയോട്ടം, മുടി വച്ചുള്ള ഓട്ടം, അങ്ങനെയുള്ള കളി, ഇങ്ങനെയുള്ള കളി. ഈവൻ പുള്ളുവൻ പാട്ടിന്റെ സമയത്ത് സ്ത്രീകൾ ഇങ്ങനെ നൃത്തം ഇതൊക്കെയുള്ള പല ചുവടുവെപ്പുകളും ഇല്ലേ? കേട്ടില്ലേ നിങ്ങളതൊക്കെ? അങ്ങ് പാലക്കാട് പോയ പാനക്കളി, എന്തൊക്കെ സാധനങ്ങൾ, കണിയാർക്കളി. അങ്ങ് കാസർഗോഡൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പാന, എന്തൊക്കെയോ പരിപാടികൾ, എന്തെല്ലാം. തിടമ്പ് നൃത്തം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? തിടമ്പ് വെച്ചുകൊണ്ടുള്ള ഡാൻസ്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ ആലപ്പുഴ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തോളിൽ ജീവിത എഴുന്നള്ളിക്കുക എന്ന് പറയും. ജീവിത എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഘോഷങ്ങള് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ക്ഷേത്രം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ക്ഷേത്രം എന്ന് പറയുന്നത് തൊഴാനുള്ളൊരു കേന്ദ്രമല്ല, ഒരു പരിശീലന കേന്ദ്രമാണ്, ആചരണത്തിന്റെ കേന്ദ്രം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കൗമാര ആചരേ പ്രാജ്ഞ. പ്രാർത്ഥന എന്നുള്ളത് ഹിന്ദു മതത്തിൽ ഇല്ലാത്തതാണ്. അമ്പലത്തിൽ പോകുന്നത് എന്തിനല്ല? പറയൂ. കാരണം എന്താണ് അമ്പലത്തിൽ നമുക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ഷേത്രത്തിൽ ദൈവങ്ങളെ തൊഴാൻ പോയി. വാസ്തവത്തിൽ അവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ നമുക്ക് ഹിന്ദു മതത്തിലെ ഈ ദൈവസങ്കല്പം നിങ്ങൾ തെറ്റിച്ചു കളഞ്ഞു. ഈ ക്ഷേത്രങ്ങളിലാണ് ദൈവം എന്നൊരു സങ്കല്പം നിങ്ങൾ വെച്ചുപോയി. വാസ്തവത്തിൽ നമ്മുടെ അവതാരമൂർത്തികൾ ആരും ദൈവങ്ങളല്ല. ദൈവങ്ങളായിട്ടല്ല അവരെ വെച്ചിരിക്കുന്നത്. അവതാരമൂർത്തികളെ ആരായിട്ടാ വെച്ചിരിക്കുന്നത്? അവതാരമൂർത്തികളൊക്കെ ഏത് സങ്കല്പത്തിലാണ് വെച്ചിരിക്കുന്നത് ഭാരതത്തിൽ? 5-ാം സ്കന്ധം 19-ാം അധ്യായം എടുക്ക. നിങ്ങൾ ഭാഗവതം പഠിക്കണം, എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗവതം പഠിക്കണം എന്നെടുത്ത് പറയണത്. അല്ലാതെ നിങ്ങൾക്കിത് മനസ്സിലാവില്ലേ ഞാൻ പറയണത്. കാരണം നമ്മൾ തെറ്റാണ് പഠിച്ചിരിക്കുന്നത്, നിങ്ങളത് അറിയുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ കൊണ്ടു നടക്കുന്നത് ആരോ അന്ധമായി പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഭാഗവതം പഠിപ്പിക്കുന്നത് നമ്മൾ പഠിക്കണ്ടേ? ഭാഗവതത്തിലുള്ളത് പഠിക്കണ്ടേ? 5-ാം സ്കന്ധം 19-ാം അധ്യായം 5-ാം ശ്ലോകം. ഇതൊക്കെ നിങ്ങൾ എനിക്കിത് മനസ്സിലായത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ജ്ഞാനം നേടിയെടുക്കണം, ഈ അറിവ് നേടണം. അവിടെ നിങ്ങൾക്ക് കാണാം 5-ാം സ്കന്ധം 19-ാം അധ്യായം 5-ാം ശ്ലോകം. 5, 19, 5 ഭാഗവതം കിട്ടിയോ ആർക്കെങ്കിലും? 5, 19, 5 എളുപ്പമാണ് മനസ്സിലാക്കാൻ. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? മർത്യാവതാരസ്തിക. കണ്ടില്ല? മർത്യാവതാര. വായിക്കൂ. മർത്യാവതാര, മർത്യ അവതാര, മർത്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്നവരൊക്കെ. രാമൻ മർത്യാവതാരമാണ്. കൃഷ്ണൻ മർത്യ രൂപത്തിൽ വന്ന അവതാരങ്ങളെയാണ് എന്ത് പറയാ? മത്സ്യാവതാരല്ല, മർത്യ
മർത്യാവതാരം. എന്തിനാ മർത്യാവതാരം എന്നത്? മർത്യശിക്ഷണം എന്നാണ്. അടുത്ത വരി നോക്കൂ, എന്താണ്? മർത്യരെ ശിക്ഷണം ചെയ്യാനാണ് മർത്യാവതാരം. അപ്പൊ ശിക്ഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്തന്മാർക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണോ? അങ്ങനെയല്ല. മർത്യന്മാർക്ക് എന്ത് ശിക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് അവര്? ശിക്ഷണം ചെയ്യുക, അവരെ പഠിപ്പിക്കുന്നവരാണ്. അവരെന്താ വിളിക്കുക? പറയൂ. ഗുരുക്കന്മാരാണ്. അപ്പൊ കൃഷ്ണനും രാമനും അയ്യപ്പസ്വാമിയും ഒക്കെ ഗുരുക്കന്മാരാണ്. നമ്മളത് ദൈവങ്ങളായി കണ്ടു. വാസ്തവത്തിൽ ഗുരുക്കന്മാരെ ദൈവങ്ങളായി കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടം, വേറെ ആർക്ക് നഷ്ടം? ഇനി നിങ്ങൾ ഭാഗവതത്തിലെ ഫസ്റ്റ് വോള്യത്തിലെ ലാസ്റ്റ് ശ്ലോകം എടുക്കുക. ഞാൻ ലാസ്റ്റ് പേജ് എടുക്കുക. ഫസ്റ്റ് വോള്യത്തിലെ ഫസ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് പേജിലെ 76-ാം ശ്ലോകം എടുക്കുക. അങ്ങനെ പറഞ്ഞാൽ വേഗം കിട്ടും. അതുകൊണ്ടാണ് അത് 7-ാമത്തെ സ്കന്ധത്തിലെ 15-ാം അധ്യായത്തിലെ 76-ാം ശ്ലോകം. ഇത് നാരദ മഹർഷി പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നാരദ മഹർഷി പാണ്ഡവരെ ഉപദേശിക്കുന്ന ശ്ലോകമാണത്. അവിടെ പറയുന്നത് സവാ അയം ബ്രഹ്മ മഹദ്ഭൃമിക്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി. ശ്ലോകം നോക്കൂ നിങ്ങൾ, എന്റെ മുഖത്തേക്കല്ല, ശ്ലോകം പർട്ടിക്കുലർലി പഠിക്കൂ. ഇതൊക്കെ കാണുന്നുണ്ടോ? സവാ അയം ബ്രഹ്മ മഹദ്ഭൃമിക്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയസുഖത്വാ ഖലു മാതുലേയ ആത്മാർഹണീയോ വിധികൃത് ഗുരുശ്ച. കണ്ടു ശ്ലോകം? എന്താ നിങ്ങൾ അന്തം വിട്ട പോലെ കാണുന്നുണ്ടോ? എന്താ പറയുന്നത്? പാണ്ഡവരെ, നിങ്ങള് ഈ കൃഷ്ണനെ, നിങ്ങളുടെ കൂടെയുള്ള കൃഷ്ണനെ, നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ആത്മാർഹണീയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടത്തിത്തരുന്ന ഒരു പ്രിയ സുഹൃത്ത് മാതുലേയൻ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളായി കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങളുടെ കാര്യം നടത്തിത്തരുന്ന ഒരാളായി ആരെ കാണരുത്? പ്രിയ സുഹൃത്വാ ഖലു മാതുലേയ, പ്രിയനായും സുഹൃത്തായും മാതുലേയനായും ആരെ കാണരുത്? കൃഷ്ണനെ കാണരുത്. കാരണം നിങ്ങൾക്ക് കൈവല്യ നിർവാണ സുഖാനുഭൂതി, കൈവല്യ നിർവാണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൈവല്യത്തിലേക്ക് ഉയർത്താൻ, നിർവാണത്തിലേക്ക് ഉയർത്താൻ വഴി കാണിക്കുന്ന ആ ലാസ്റ്റ് വരി എന്താ നോക്കൂ നിങ്ങൾ? ആത്മാർഹണീയോ വിധികൃത് കുരുശ്ശ. നിങ്ങൾക്ക് മനസ്സിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വഴി കാണിക്കുന്ന ഒരു ഗുരുവിനെ നിങ്ങൾ ഇഷ്ടം സാധിപ്പിച്ചു തരുന്ന ഒരാളായി അവർക്ക് പറയൂ. അപ്പൊ കൃഷ്ണനെ കാണാൻ ദൈവമായിട്ട് കാണാനാണോ പറയുന്നത്? ഗുരുവായി കാണാനാണോ പറയുന്നത്? ഞാൻ പറയുന്ന ശ്ലോകമല്ല ഇത്. അന്നത്തെ ഗുരുക്കന്മാർ എഴുതി വെച്ച കാര്യമാണ് പറയണത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഏത് അവതാരങ്ങളെയും ഗുരുവായിട്ടാണ് ഭാഗവതം വർണ്ണിച്ചിരി. മനസ്സിലായില്ലേ? എന്നാൽ നമ്മൾ എന്ത് ചെയ്തു? നിൽക്കട്ടെ, കൃഷ്ണനെ കുറിച്ച് വേദവ്യാസ മഹർഷി എഴുതി വെച്ചിരിക്കുന്ന വരികളാണ്. വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കുന്തിദേവി കൃഷ്ണനെ അഭിസംബോധന ചെയ്തപ്പോ വിളിച്ച പേരെന്താ അറിയോ? വിപദസന്തുനശ്ശ തത്ര തത്ര ജഗദ്ഗുരോ. എന്താ പറയണത്? തത്ര തത്ര ജഗദ്ഗുരു. ആരായി കാണാനാണ് കുന്തിദേവി ശ്രമിച്ചത്? കൃഷ്ണനെ ദൈവമായിട്ടാണോ കണ്ടത്? ഗുരുവായിട്ടാണോ കണ്ടത്? അവർക്ക് പറയൂ. ഗുരുവായി. കൃഷ്ണനും നമ്മളോട് പറയുന്നത് നിങ്ങള് ഗുരുത്വമുള്ളവരായിത്തീരുക. ആരായിത്തീരണം? ഗുരുവിന്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് എന്ന്. ഭാഗവതം 10-ാം സ്കന്ധം 81-ാം അധ്യായം, ഭാഗവതം 10-ാം സ്കന്ധം 80-ാം അധ്യായം 10:80 തുറക്കൂ. ആദ്യം 26-ാമത് ശ്ലോകത്തായിരിക്കും. ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ എന്നാണ്.
ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങളിതൊക്കെ. 30 അങ്ങനെ എന്തോ ആയിരിക്കും ആ ശ്ലോകം. ഗുരോർ അനുഗ്രഹേണൈവ, 10-ാം സ്കന്ധം 80-ാം അധ്യായം. ഗുരോർ അനുഗ്രഹേണൈവ ഇത്തം വിതാന്യനേകാനി വസതാം ഗുരുവേശ്മസു. ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ എന്നൊരു ശ്ലോകം. എത്രാമത്തെ ശ്ലോകമാണ്? എത്രാമത്തെ ശ്ലോകമാണത്? കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? ഇവിടെ ഭാഗവത പരിചയം നല്ല കുറവുള്ളൊരു സ്ഥലമാണ് അല്ലേ? അങ്ങനെയൊന്നും മൂലഭാഗവതം ഇവിടെ എടുക്കാറില്ലേ, ഉണ്ടാവാറില്ലേ? 10-ാം സ്കന്ധം 80-ാം അധ്യായം. ഇത്തം വിതാന്യനേകാനി സദാം ഗുരുവേശ്മസു ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. കിട്ടിയോ? ആർക്കും കിട്ടിയില്ല? തപ്പിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള്. അങ്ങനെ ശ്ലോകമേ നിങ്ങളാരും കാണുന്നില്ല. 43-ാം ശ്ലോക. 43ആണോ? ഓക്കെ, വെരി ഗുഡ്, നന്നായി. നിങ്ങൾ തപ്പിപ്പിടിക്കണം, അതൊക്കെ കണ്ടുപിടിക്കണം, മെനക്കെടണം. അപ്പോ ഗുരോർ അനുഗ്രഹേണൈവ എന്താണ് വാക്ക്? കൃഷ്ണൻ പറയുന്നത് എന്താണ്? ഗുരുവിന്റെ അനുഗ്രഹമാണ്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക, നിങ്ങള്, നമുക്കതാണ് തെറ്റുപറ്റിയത്. പൂന്താനം കൃഷ്ണനെ കാണുന്നത് ഗുരുവിന്റെ രൂപത്തിലാണ്. ആരുടെ രൂപത്തിൽ? പൂന്താനം കൃഷ്ണനെ ദൈവരൂപത്തിലല്ല കണ്ടത്. അതുകൊണ്ടാണ് ആ തുടക്കം നോക്കൂ. ഗുരുനാഥൻ തൂണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ. അപ്പൊ നോക്കൂ, ഈ 2 വാക്കുകൾ ഓർത്താൽ മതി. ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്തായിരുന്നു പരിശീലിച്ചത്? നാമജപം പരിശീലിച്ചു. അതുകൊണ്ടോ നരജന്മം സഫലമായി. അപ്പൊ ക്ഷേത്രത്തിൽ പോയത് എന്തിനായിരുന്നു? ആ ഗുരുവിന്റെ കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ട് പോവാൻ നാമജപം, എന്താ മിണ്ടാത്തത് നിങ്ങള്, പരിശീലിച്ചു. അപ്പൊ നാമജപം പരിശീലിക്കാനുള്ള ഒരു കേന്ദ്രമായി മാറി ഏത്? ക്ഷേത്രം. ഇനി നോക്കൂ, നമ്മള് ഇത് ശരിക്കും ഉൾക്കൊള്ളണേ നിങ്ങള്. ഇപ്പൊ ശബരിമല ധർമ്മശാസ്താവ് ഗുരുരൂപത്തിലിരിക്കുന്നതുകൊണ്ടാണ് ചിന്മുദ്ര. ഈ ചിന്മുദ്ര എന്നതൊരു ഉപദേശമാണ്, തത്വമസിയുടെ ഉപദേശമാണ്. ഇത് ചിന്മുദ്ര. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അയ്യപ്പൻ ഒരു ദൈവമല്ല, അയ്യപ്പൻ ഒരു ഗുരുവാണ്. അതുകൊണ്ടാണ് ഗുരുസ്വാമി. തത്വമസി നോക്കൂ, നിങ്ങളിതൊക്കെ രാമായണത്തിൽ തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ഈ തത്വമസി ഉപദേശിക്കുന്നവരാരാണ്? ദൈവമായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. തത്വമസി ഉപദേശിക്കുന്ന ആള് ഒരു ഗുരുവാണ്. ദക്ഷിണാമൂർത്തി ചിന്മുദ്രയിലൂടെയാണ് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചത്. മൗനം വ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വശിഷ്ടാന്തേ മുനിഗണേ. അവരൊക്കെ മുന്നിലിരുത്തിക്കൊണ്ട് ചിന്മുദ്രം ജ്ഞാനമുദ്രയിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി തത്വമസി എന്നാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? ഇതൊന്നും നമുക്ക് പിടികിട്ടാതെ പോയത് നമ്മൾ ഈ തൊഴുതുപോകൽ പ്രസ്ഥാനത്തിൽപ്പെട്ടു. നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അപരാധം അതാണ്. കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിയിപ്പിക്കുന്ന ഒരു മഹാവൃത്തികെട്ട സംസ്കാരം പഠിപ്പിച്ചു കളഞ്ഞു. അതൊരു വൃത്തികെട്ട സംസ്കാരമാണ്. തൊഴുതു പോവാനല്ല അമ്പലം വെച്ചത്. എന്തിനാ വെച്ചത്? പരിശീലിക്കാനാണ്. ഇനി മറക്കരുത് നിങ്ങൾ, നാമം പരിശീലിക്കാനുള്ള ഒരു കേന്ദ്രമാണ് അമ്പലം. അപ്പൊ നാമം പരിശീലിക്കും എന്തായി? മനുഷ്യന്റെ ബോധമനസ്സിൽ പരിണാമം സംഭവിക്കും. അപ്പൊ നമ്മള് ബോധം, അബോധം, ഉപബോധം, അതിൽ നിന്നും അവബോധത്തിലേക്കും അവിടെ നിന്ന് പൂർണ്ണബോധത്തിലേക്കൊക്കെ പരിണാമം സംഭവിക്കാൻ വേണ്ടി അത് പരിശീലിക്കാനുള്ള ഒരു കേന്ദ്രമാണ് അവർക്ക് പറയൂ ക്ഷേത്രം. ഇത് ഞാൻ പറയുന്നതല്ലേ, ഇതൊക്കെ പൂർവികര് പറഞ്ഞു വെച്ച വരികളാണ്.